ക്ലിയർ വിഷനിലേക്ക് എഡിറ്ററായാണ് പ്രശാന്ത് എത്തിയത്. ആരംഭകാലം മുതലേ ന്യൂസിനോടും വാർത്താധിഷ്ഠിത പരിപാടികളോടുമാണ് പ്രശാന്തിന് താല്പര്യം. ഒരു ക്യാമറാമാനായും സംവിധായകനായും മികച്ച എഡിറ്ററായും പ്രശാന്ത് വളരുകയായിരുന്നു. തൻ്റെ മനസ്സ് ലോലമായതിനാലാകാം കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളിലേക്കും അവരുടെ പ്രശ്നങ്ങളിലേക്കും പ്രശാന്ത് കൂടുതൽ കടന്നു ചെല്ലുന്നത്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. ഊണും ഉറക്കവും ഉപേക്ഷിച്ചു പോലും അടിയന്തര ഘട്ടങ്ങളിൽ ചാനലിനു വേണ്ടി പ്രശാന്ത് ജോലി ചെയ്തിട്ടുണ്ട്. ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് പ്രശാന്തിൻ്റെ പ്രത്യേകതകൾ. പ്രശാന്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രശാന്ത് ക്ലിയർ വിഷനിൽ എൻ്റെ ഒരു ഗുരുസ്ഥാനത്താണെന്ന് വേണം പറയാം. എന്നെ എഡിറ്റിങ്ങിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചത് പ്രശാന്തായിരുന്നു. പ്രശാന്തിനെ കാണുന്നത് പോലെ ഒന്നുമല്ല ആൾ. എനിക്ക് തോന്നുന്നത് അവഗണന അനുഭവിക്കുന്നവരും അവശരായവരുമായ ഒരുപാട് ആളുകൾ എന്നും പ്രശാന്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങളെ അധികൃതരുടെ ശ്രദ്ധയെ കൊണ്ടുവരുത്താനൊക്കെ ആയിട്ട് പ്രശാന്ത് ഒരുപാട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ പ്രശാന്ത് ഇന്ത്യ വിഷനിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോഴും പ്രശാന്തിൻ്റെ ഏത് അവധി ദിവസങ്ങളും ക്ലിയർ വിഷനിലേക്ക് ഓടിയെത്തും. ക്ലിയർ വിഷൻ ന്യൂസിനെ ആയാലും മറ്റു വാർത്താധിഷ്ഠിത പ്രോഗ്രാമുകളാണെങ്കിലും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പ്രശാന്ത് വളരെ ഊണുറക്കമൊക്കെ ഉപേക്ഷിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വളരെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. ഇന്ത്യ വിഷനിലെ ബെസ്റ്റ് എഡിറ്റർക്ക് അവാർഡ് കിട്ടിയെന്ന് പ്രത്യേകം പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രശാന്ത് ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും പ്രശാന്ത് എന്ന വ്യക്തിയോട് എനിക്ക് മാനസികമായിട്ടുള്ളൊരു സങ്കടം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയായിരിക്കും, പെരുമ്പാവൂർ പുല്ലുവഴിയിൽ ഒരു വൃദ്ധ ദമ്പതികളുണ്ട്, രവീന്ദ്രനും ഭാര്യ കമലവും. ഈ സെൻറ്റൻസ് കേട്ട് ക്ലിയർ വിഷൻ പ്രേക്ഷകർ ഒരു പക്ഷെ മടുത്ത് കാണും. കാരണം ഈ അന്ധരായ ദമ്പതികളെ 6ഉം 7ഉം പ്രാവശ്യമാണ് ഡോക്യുമെൻ്ററി പോലെ ചിത്രീകരിച്ച് ആളുകളുടെ കണ്ണ് നനയിപ്പിച്ച് പ്രശാന്ത് കയ്യടി വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അവരോട് ചെയ്തൊരു വലിയ അനീതിയാണെന്ന് വേണം പറയാൻ. അവരുടെ ജീവിതം ഇരുട്ടിലാണെങ്കിൽ അതിനൊന്നും കൂടി ഇരുട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ശ്രമം പ്രശാന്ത് എന്ന ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഞങ്ങൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രശാന്ത് എല്ലാം കൊണ്ടും വളരെ നല്ല മനുഷ്യനാണ്. മതിയോ പ്രശാന്തേ? ആദ്യം ബോബി ചേച്ചിക്ക് മറുപടി കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇത്ര വലിയ സംഭവമാണെന്ന് ബോബി ചേച്ചി പറഞ്ഞതിൽ വളരെയേറെ സന്തോഷം. തീർച്ചയായിട്ടും ഷാർജ ഷേക്കോ മറ്റോ മേടിച്ചു കൊടുക്കണം. പ്രശാന്തേട്ട മൊമെന്റ് നൽകാനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ അരുൺ മുകുന്ദൻ.